ടു ബിഗിൻ വിത്ത്. ടു ബിഗിൻ വിത്ത് ഇതൊരു പ്രയോഗമാണ്, ഒരു ഫ്രേസാണ്. ഇതിൻ്റെ മീനിങ് ആണ് ഒന്നാമതായി അല്ലെങ്കിൽ ആദ്യമായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ സ്പീച്ച് പറയുമ്പോൾ പറയാറുണ്ട് ടു ബിഗിൻ വിത്ത്. ഒന്നാമതായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായിട്ടാണ്. സാർ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ചത് ടു ബിഗിൻ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായി അല്ലെങ്കിൽ ആദ്യമായിട്ട്. ഞാൻ വുഡ് ലൈക്ക് ടു ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു വുഡ് ലൈക്ക് ടു ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലേ? താങ്ക് എന്ന് പറഞ്ഞല്ലോ നന്ദി പറയുക. അപ്പം എന്തായി? ഐ വുഡ് ലൈക്ക് ടു താങ്ക്. ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. ആരോട്? എവ്രി വൺ, എല്ലാവരോടും. ഫോർ, ഇവിടെ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടിന്ന് മാത്രം പഠിച്ചു വെക്കരുത്. ഈ ഫോർ എന്ന് പറയുന്ന ചെറിയ വേർഡിന് സാഹചര്യങ്ങൾക്കനുസരിച്ച് മീനിങ് മാറും. ചെറിയ ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെ വരും. ഇവിടെ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? ദിൽ അല്ലെങ്കിൽ ദിന് എന്നർത്ഥം. ദിന് അല്ലെങ്കിൽ ദിൽ. അങ്ങനെ ഇപ്പം ശരിയായി തരാം. ഞാൻ പറയാണ് താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു ഫോർ കമ്മിങ്. വന്നതിന് നിങ്ങൾക്ക് നന്ദി അല്ലേ? താങ്ക് യു ഫോർ കോളിങ് മീ. എന്നെ വിളിച്ചതിന് നിങ്ങൾക്ക് നന്ദി, അല്ലെങ്കിൽ എന്നെ വിളിച്ചതിൽ നിങ്ങൾക്ക് നന്ദി. അപ്പോൾ ദിൽ അല്ലെങ്കിൽ ദിന് എന്നർത്ഥം. ഇവിടെ കണ്ടോ? ഫോർ ഗിവിങ്. ഫോർ ഗിവിങ്, തന്നതിൽ അല്ലെങ്കിൽ തന്നതിന്, നൽകിയതിന്. മീ, എനിക്ക്. അപ്പോൾ എനിക്ക് നൽകിയതിന് എല്ലാവർക്കും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു എന്നായി. എന്ത് തന്നതെന്നറിയോ? ദിസ് ഓപ്പർച്യൂണിറ്റി, ഈ അവസരം. ഈ അവസരം. ടു സ്പീക്ക്, സംസാരിക്കാൻ. ടുവിൻ്റെ ശേഷം വെർബ് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടോ? വേണ്ടി അല്ലെങ്കിൽ ആൻ, സംസാരിക്കാൻ. ടുഡേ, ഇന്ന്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ഒന്ന് അർത്ഥം വെച്ച് നോക്കാം അല്ലേ? എങ്ങനെയോ? ടു ബിഗിൻ വിത്ത്, I would like to thank everyone for giving me this opportunity to speak today. ഒന്നാമതായി ഇന്ന് സംസാരിക്കാൻ ഈ അവസരം നൽകിയതിന് ഞാൻ എല്ലാവരോടും നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു എന്നായി അല്ലേ? ഇനി അടുത്താണ് ഇൻ ദ നെയിം ഓഫ്. ഇൻ ദ നെയിം ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രയോഗമാണ്, ഫ്രേസാണ്. ഇൻ ദ നെയിം ഓഫ്, പേരിൽ. ഇൻ ദ നെയിം ഓഫ് പേരിൽ. അപ്പോൾ ഇൻ ദ നെയിം ഓഫ് യൂണിറ്റി. എന്താണ് യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഐക്യം അല്ലേ? ഐക്യം. അപ്പോൾ എന്താ? ഇൻ ദ നെയിം ഓഫ് യൂണിറ്റി, ഐക്യത്തിൻ്റെ പേരിൽ. ആൻഡ് അതുപോലെ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം. അപ്പോൾ എന്താ? സൗഹൃദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പേരിൽ അല്ലേ? വി ഹാവ് ഗാദേർഡ്. നമ്മൾ ഹാവ് ഗാദേർഡ്, കൂടിയിരിക്കുന്നത്. കൂടിയിരിക്കുന്നു, ഒരുമിച്ച് ഇരിക്കുന്നു പറയില്ലേ? ഹിയർ, ഇവിടെ. അപ്പോൾ വി ഹാവ് ഗാദേർഡ് ഹിയർ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഫോർ, വേണ്ടി. ഇവിടെ വേണ്ടി എന്നാണ്. കാരണം നമ്മൾ ഫോർ എന്ന് പറഞ്ഞാൽ അല്ല, ഫോറിന് ശേഷം വെർബ് ING വരുമ്പോഴാണ് എന്ത് ആ ഒരു അർത്ഥം വരിക. ദിൽ അല്ലെങ്കിൽ ദിൻ എന്ന് പറയല്ലോ. ഫോർ കമ്മിങ്, വന്നതിന്. ഫോർ സിറ്റിംഗ്, ഇരുന്നതിന്. ഫോർ കോളിങ്, വിളിച്ചതിന് എന്നൊക്കെ. അപ്പോൾ ഫോർ ദീസ് വണ്ടർഫുൾ ഒക്കേഷൻ. ദീസ് എന്ന് പറഞ്ഞാൽ ഈ, വണ്ടർഫുൾ മനോഹരമായ, ഒക്കേഷൻ എന്ന് പറഞ്ഞാലും സാഹചര്യം എന്നർത്ഥം. അപ്പം എന്തായി? ഇവിടെ കണ്ടോ? വി ഹാവ് ഗാദേർഡ് ഹിയർ ഫോർ ദീസ് വണ്ടർഫുൾ ഒക്കേഷൻ. നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഈ മനോഹരമായ അവസരത്തിന് വേണ്ടിയാണ് എന്നായി. ഇനി നമുക്ക് ഈ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് വായിക്കാം അല്ലേ? ഇവിടുന്ന് ഇൻ ദ നെയിം ഓഫ് യൂണിറ്റി ആൻഡ് ഫ്രണ്ട്ഷിപ്പ് വി ഹാവ് ഗാദേർഡ് ഹിയർ ഫോർ ദീസ് വണ്ടർഫുൾ ഒക്കേഷൻ. ഐക്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും പേരിൽ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് ഈ മനോഹരമായ അവസരത്തിന് വേണ്ടിയാണ്. ഈ മനോഹരമായ അവസരത്തിന് വേണ്ടിയാണ് ആണല്ലോ? ഓക്കെ. പിന്നെ നമ്മളിങ്ങനെ ഇതുപോലെ അർത്ഥം വെക്കുമ്പോൾ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ നമ്മുടെ സൈഡിൽ നിന്നും വരുത്തണം, ചെയ്യേണ്ടി വരും. കാരണം ആ പ്രോപ്പറായിട്ടുള്ള മലയാളം കിട്ടാൻ വേണ്ടിയിട്ട്, അർത്ഥം കിട്ടാൻ വേണ്ടി ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുപാട് വായിക്കുമ്പോൾ ഈ മോഡിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഒരുപാട് വായിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് അതിനനുസരിച്ച് നമ്മുടെ മൈൻഡ് മാറും, ലെവൽ മാറും നമ്മുടെ മൈൻഡിൻ്റെ. മനസ്സിലായല്ലേ? പക്ഷെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം?
ഒരുപാട് നമ്മൾ വീഡിയോസ് കണ്ട് വായിക്കണം, പ്രാക്ടീസ് ചെയ്യണം, കുറേ വായിക്കണം, നിർത്തരുത്. ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇത്, ഈസ് ആകുന്നു ഒരു ഗ്രേറ്റ്, വളരെ, പ്ലഷർ എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. സന്തോഷം. ഇനി നമുക്ക് എന്താ പറയാം, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്ലഷർ. ഇത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അതെ, ഒരു ചെറിയ മോഡിഫിക്കേഷൻ. ഇത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എന്തെന്നറിയോ, ടു സീ, കാണാൻ. സോ മെനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നടത്തും. രണ്ടർത്ഥം കേട്ടോ. സോമനി ഒരുപാട് നടത്തുന്നുണ്ട്, ഇത്രയും നടത്തുന്നുണ്ട്. ഇത്രയും ജനങ്ങളെ എന്ന് പറയില്ലേ, ഇത്രയും ജനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങൾ. ടുഗെദർ, പീപ്പിൾ ടുഗെദർ, ഒരുമിച്ച് അല്ലേ. അപ്പം സോ മെനി പീപ്പിൾ ടുഗെദർ എന്നാണ് ഇത്രയും ആളുകൾ ഒരുമിച്ച്, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് അല്ലേ. ഇനി ഇവിടുന്ന് ഇവിടം വരെ ഒന്ന് അർത്ഥം വെച്ച് നോക്കാം അല്ലേ. എന്താണ്, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്ലഷർ ടു സീ സോ മെനി പീപ്പിൾ ടുഗെദർ. ഇത്രയും ആളുകളെ ഒരുമിച്ച് കാണുക എന്നുള്ളത് വളരെ മനോഹരമായ അല്ലെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇങ്ങനെ നമുക്ക് പറയാം. ഇനി അടുത്താണ് അനദർ മറ്റൊരു എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ്, പ്രധാനപ്പെട്ട തീം, കാര്യം. ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പറയുക. ഓക്കെ, അപ്പം എന്തായി, മറ്റൊരു കാര്യം ഉണ്ടോ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഉണ്ടോ. എന്താണ് ഇവിടെ വരെ, അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ. എന്താണ്, അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് എന്ന് പറയേ, ആഗ്രഹിക്കുന്നതാണ്. എന്ത്, ദാറ്റ് സക്സസ്, വിജയം, കംസ്, വരുന്നു. അപ്പോൾ വിജയം വരുന്നത് ത്രൂ, ലൂടെ. എന്താണ്, ലൂടെ, ഹാർഡ് വർക്ക്. അപ്പോൾ വിജയം വരുന്നത് കഠിനാധ്വാനത്തിലൂടെയാണെന്ന് പറയുന്നത്. എന്താണ്, വിജയം വരുന്നത് കഠിനാധ്വാനത്തിലൂടെയാണ് എന്നാണ്. ആൻഡ് ഡിറ്റർമിനേഷൻ, അതുപോലെ ഉറച്ച തീരുമാനത്തിലൂടെയും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ന് പറഞ്ഞു നോക്കാം. എന്താണ്, അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ ഈസ് ദാറ്റ് സക്സസ് കംസ് ത്രൂ ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നതാണ്, വിജയം വരുന്നത് കഠിനാധ്വാനത്തിലൂടെയും അതുപോലെ ഉറച്ച തീരുമാനത്തിലൂടെയുമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം അല്ലേ. ഇങ്ങനെയൊക്കെ ആളുകളുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ എന്തൊരു സംഭവം അല്ലേ, പറയണം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നമ്മൾ ഷുഡ് ഓൾവേസ് ഹെൽപ്പ്, നമ്മൾ എപ്പോഴും സഹായിക്കണം. ആൻഡ് എൻകറേജ്, പ്രോത്സാഹിപ്പിക്കണം. സഹായിച്ചാൽ മാത്രം പോരാ, സഹായിക്കുകയും വേണം, അതുപോലെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. വൺ അനദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം എന്നർത്ഥം. പരസ്പരം. അപ്പം എന്താണെന്ന് പറയാ, നമുക്ക് ഈ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് അർത്ഥം വെച്ച് നോക്കാം. വി ഷുഡ് ഓൾവേസ് ഹെൽപ്പ് ആൻഡ് എൻകറേജ് വൺ അനദർ. നമ്മൾ എപ്പോഴും പരസ്പരം സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം എന്നാണ് പറയുന്നത്, ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഇവിടെ ഉണ്ടോ, റൈറ്റ് ആഫ്റ്റർ. അടുത്ത പ്രധാനപ്പെട്ട ഫ്രേസാണ്, പ്രയോഗമാണ് റൈറ്റ് ആഫ്റ്റർ. ഉടൻ തന്നെ അല്ലെങ്കിൽ ഉടനെ തന്നെ. അതാണ് ഉടനെ തന്നെ. വി സെറ്റ് എ ഗോൾ. നമ്മൾ, സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയിക്കുക. എ ഗോൾ, നമ്മൾ ഒരു ലക്ഷ്യം നിശ്ചയിച്ച ഉടൻ തന്നെ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് വായിക്കുകയാണെങ്കിലോ, റൈറ്റ് ആഫ്റ്റർ വി സെറ്റ് എ ഗോൾ. നമ്മൾ ഒരു ലക്ഷ്യം നിശ്ചയിച്ച ഉടൻ തന്നെ വി മസ്റ്റ് നമ്മൾ നിർബന്ധമായും ചെയ്യണം. നിർബന്ധമായും ചെയ്യണം. മസ്റ്റ് സ്റ്റാർട്ട്, നമ്മൾ നിർബന്ധമായും തുടങ്ങണം. വർക്കിംഗ്, പ്രവർത്തിക്കാൻ തുടങ്ങണം. ടുവേർഡ്സ് ഇറ്റ്, ഇതിലേക്ക്. അപ്പോൾ നമ്മളൊരു ഗോൾ, ഒരു ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിലേക്ക് നമ്മൾ പ്രവർത്തിക്കാൻ നിർബന്ധമായും തുടങ്ങണം എന്ന് പറയുന്നത്. വിത്ത് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തോടെ. ആത്മവിശ്വാസത്തോടെ. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് വായിച്ചാലോ. കണ്ടോളൂ. റൈറ്റ് ആഫ്റ്റർ വി സെറ്റ് എ ഗോൾ വി മസ്റ്റ് സ്റ്റാർട്ട് വർക്കിംഗ് ടുവേർഡ്സ് ഇറ്റ് വിത്ത് കോൺഫിഡൻസ്. നമ്മൾ ഒരു ലക്ഷ്യം നിശ്ചയിച്ച ഉടനെ തന്നെ നിർബന്ധമായും ആത്മവിശ്വാസത്തോടെ അതിലേക്ക് പ്രവർത്തിക്കാൻ ആരംഭിക്കണം എന്നാണ് പറയുന്നത്.
അല്ലേ? ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ അർത്ഥം ഓരോ വേർഡ് ഇങ്ങനെ വെച്ച് നോക്കി. എന്തിനാണ് നമ്മൾ ഓരോ വേർഡിൻ്റെയും അർത്ഥം വെച്ച് നോക്കുന്നത്? ആ സെൻറ്റൻസിൻ്റെ ഏകദേശം ആശയം, മുഴുവനായിട്ടുള്ള ആശയം കിട്ടാൻ വേണ്ടിയാണ്. കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതായിട്ടുള്ള രീതി എന്ത് ചെയ്യണം? ആ പ്രോപ്പറായിട്ട് ഇങ്ങനെ വെച്ച് നോക്കണം. അങ്ങനെ കുറേ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വെച്ച് നോക്കേണ്ട ആവശ്യം വരില്ല. സ്റ്റാർട്ടിങ്ങിൽ ബുദ്ധിമുട്ട് വരണം, നിങ്ങൾ ആ ബുദ്ധിമുട്ടിനെ ഇഷ്ടപ്പെടണം. അങ്ങനെ ഇഷ്ടപ്പെടുമ്പോൾ എന്തായി? ആ ബുദ്ധിമുട്ട് വളരെ സിമ്പിളായി മാറും. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരിക. അല്ലാതെ ഒരു ബുദ്ധിമുട്ടില്ല, നിങ്ങളൊരു പുതിയ കാര്യം ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒരു കാര്യമില്ല, അത് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരുത്തില്ലല്ലോ. മാറ്റം വരണമെങ്കിൽ പ്രയാസങ്ങൾ വരണം, ബുദ്ധിമുട്ട് വരണം. അതിങ്ങനെ ചെയ്ത് ആ ബുദ്ധിമുട്ടുണ്ടായി വളരെ സിമ്പിളാവും. അങ്ങനല്ലേ? അങ്ങനെ തന്നെയാണ്. എത്ര ഹാർഡുള്ള ജോലിയാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിലും ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എക്സ്പേർട്ടാവും നമ്മളേക്ക്, അല്ലേ? പിന്നെന്താ? അതങ്ങനെ തന്നെയാണ്. അതൊരു നാച്ചുറൽ ലോ ആണ്, പ്രാകൃതിക നിയമമാണത്, നിയമം. ഇനി അടുത്ത് പറയാം, നമ്മൾ ഇവിടെ ഉണ്ടോ? ഐ ആം സ്പീക്കിംഗ്, ഞാൻ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നു. ഐ ആം സ്പീക്കിംഗ്, ഇവിടെ ഉണ്ടോ? ഓൺ ബിഹാഫ് ഓഫ്. ഇത് വളരെ മനോഹരമായ ഒരു ഫ്രേസാണ്, പ്രയോഗമാണ്, വളരെ ബ്യൂട്ടിഫുൾ. എന്നറിയോ? ഇതിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വേണ്ടി എന്ന അർത്ഥം, വേണ്ടി. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട അർത്ഥമാണ് പ്രതിനിധിയായി എന്ന് പറയും. പ്രതിനിധിയായി, ഓൺ ബിഹാഫ് ഓഫ്, പ്രതിനിധിയായി. അപ്പോൾ ഐ ആം സ്പീക്കിംഗ് ബിഹാഫ് ഓഫ്, ഞാൻ സംസാരിക്കുന്നത് പ്രതിനിധിയായിട്ടാണ്. ആരുടെ എന്നറിയോ? ഓൾ ദ പാർട്ടിസിപ്പൻറ്റ്. പാർട്ടിസിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ പങ്കാളികൾ എന്നാണ്. അപ്പോൾ ഓൾ ദ പാർട്ടിസിപ്പൻറ്റ്, എല്ലാ പങ്കാളികളുടെയും പ്രതിനിധിയായാണ്, എല്ലാ പങ്കാളികളുടെയും പ്രതിനിധിയായാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നറിയോ? ടു എക്സ്പ്രസ്, എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കുക. ടു എക്സ്പ്രസ്, പ്രകടിപ്പിക്കാൻ. എന്ത്? അവർ, ഞങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി എന്നാണ്. എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നന്ദി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് അർത്ഥം വെച്ച് നോക്കാം. ഐ ആം സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ പാർട്ടിസിപ്പൻസ് ടു എക്സ്പ്രസ് അവർ ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ പങ്കാളികളുടെയും പ്രതിനിധിയായി ഞങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കാൻ ഞാൻ സംസാരിക്കുന്നു എന്നായി. എന്താണ്? എല്ലാ പങ്കാളികളുടെയും പ്രതിനിധിയായി ഞങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കാൻ ഞാൻ സംസാരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. ഇനി അടുത്താണ് ഇൻ കൺക്ലൂഷൻ. ഇൻ കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, ഫ്രേസാണ്. എന്താ പറയുക? അവസാനമായി. എന്താണ്? അവസാനമായി. ലെറ്റസ്, നമുക്കാകാം. ലെറ്റസ് സ്റ്റേ പോസിറ്റീവ്. സ്റ്റേ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പോസിറ്റീവായിരിക്കാം എന്നാണ് പറഞ്ഞത്. ലെറ്റസ് സ്റ്റേ പോസിറ്റീവ്, നമുക്ക് പോസിറ്റീവായിരിക്കാം എന്ന് വെച്ചാൽ പോസിറ്റീവായി ചിന്തിക്കാം എന്നാണ് പറയുന്നത്. ഹാർഡ് വർക്ക്, കഠിനാധ്വാനം ചെയ്യാം. ഇവിടെ കണ്ടോ? ഇവിടെ സ്റ്റേ പോസിറ്റീവ്, ഇതിൻ്റെ മുന്നേ എന്തൊന്നു? ലെറ്റസ് വന്നു അല്ലേ? അപ്പോൾ ഈ സ്റ്റേ പോസിറ്റീവിൻ്റെ മുന്നേ മാത്രമല്ല, ഈ ഹാർഡ് വർക്ക് ഹാർഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുന്നേ എന്തുണ്ട്? ലെറ്റസ് ഉണ്ട്. അതുപോലെ മേക്ക് അവർ ഫ്യൂച്ചർ ബെറ്റർ, ഇതിൻ്റെ മുന്നേ എന്തുണ്ട്? ലെറ്റ് അസ് എന്ന് പറയുന്ന ഈ ഒരു പ്രയോഗമുണ്ട്. പക്ഷെ ഇതെല്ലാം ഒരുമിച്ച് വന്നതുകൊണ്ട് നമ്മൾ ഒരു തവണ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? പറയുള്ളൂ. ഓക്കെ, പറയുകയോ എഴുതുകയുള്ളൂ. ഇവിടെ കണ്ടോ? ലെറ്റ് അസ് സ്റ്റേ പോസിറ്റീവ്, നമുക്ക് പോസിറ്റീവായിരിക്കാം. വർക്ക് ഹാർഡ്, കഠിനാധ്വാനം ചെയ്യാം. ആൻഡ് അതുപോലെ മേക്ക്, ഇവിടെ കണ്ടോ? മേക്ക് അവർ ഫ്യൂച്ചർ ബെറ്റർ. ബെറ്റർ എന്ന് പറഞ്ഞാൽ മെച്ചം. അപ്പോൾ അതിന് മുന്നേ മേക്ക് വന്നതായി. മേക്ക് ബെറ്റർ എന്ന് പറഞ്ഞാലോ മെച്ചപ്പെടുത്തുക അല്ലെങ്കിൽ മെച്ചമാക്കുക എന്നാണ്. മേക്ക് അവർ ഫ്യൂച്ചർ ബെറ്റർ, നമുക്ക് നമ്മുടെ ഭാവി മെച്ചപ്പെടുത്താമെന്നാണ്. ഇവിടെ കണ്ടോ? ലെറ്റ് സ്റ്റേ പോസിറ്റീവ്, വർക്ക് ഹാർഡ് ആൻഡ് മേക്ക് അവർ ഫ്യൂച്ചർ ബെറ്റർ. എന്താർത്ഥം? നമുക്ക് പോസിറ്റീവായിരിക്കാം, നമുക്ക് പോസിറ്റീവായി ഇരിക്കാം, കഠിനാധ്വാനം ചെയ്യാം, അതുപോലെ നമ്മുടെ ഭാവി മെച്ചപ്പെടുത്താം എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ. നിങ്ങളെല്ലാവർക്കും നന്ദി. താങ്ക് യു ഓൾ, നിങ്ങളെല്ലാവർക്കും നന്ദി. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നല്ലോ? ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ് നമ്മൾ. സ്ക്രീൻഷോട്ട് എടുത്താൽ മാത്രം പോരട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിങ്ങനെ നിങ്ങളിങ്ങനെ വെച്ച് നോക്കണം. നിങ്ങളിങ്ങനെ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഇങ്ങനെ വെച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാനപ്പെട്ട ഈ കംപ്ലീറ്റ് ഫ്രേസ് ഉണ്ടല്ലോ, ടു ബിഗിൻ വിത്ത്, ഇൻ ദ നെയിം ഓഫ്, അതുപോലെ റൈറ്റ് ആഫ്റ്റർ, ഓൺ ബിഹാഫ് ഓഫ്, ഇൻ കൺക്ലൂഷൻ,
ഈ കംപ്ലീറ്റ് പ്രധാനപ്പെട്ട ഫ്രേസുകളും പേജ് നമ്പർ 29 നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്ററിൽ പേജ് നമ്പർ 29 ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് വായിക്കുക. അതിൽ കംപ്ലീറ്റ് ഫ്രേസുകളുടെയും അർത്ഥമുണ്ട്.